മാത്രമായി അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകാമോ? എന്നെന്തുകൊണ്ടുണ്ടായി? അത് ഇൻസെപ്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയാ. അപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസെപ്റ്റ് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്. ഇവനോടൊക്കെ ആരെങ്കിലും വെളിവുള്ളവരുണ്ടെങ്കിൽ ഇൻസെസ്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ഇനി ഇതിൽ കൂടുതൽ എന്തോ പറയാൻ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഇവരുടെയൊക്കെ ബുദ്ധി. ഇവന്റെ ഈ കവലപ്രസംഗം കേട്ടിട്ട് ഒരാൾക്ക് പോലും ഇത് ഇൻസെസ്റ്റ് ആണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും 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 ഇവർക്ക് ഇത് തന്നെ ആവർത്തിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് സ്വന്തം മക്കൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന പിതാക്കന്മാരുണ്ടാകുന്നത്. കുഴപ്പമില്ല, 2 മാസം ഗർഭിണിയാണ് അവളെ ഞാൻ അങ്ങ് കെട്ടിക്കൊള്ളാമെന്ന് ഒരു വാപ്പ വന്ന് പറയുക. എന്റെ വാപ്പയ്ക്കാണെങ്കിൽ തലയും ഉടലും വേർപെട്ടിട്ടുണ്ടാകുമായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ വളർന്നതാ. അത് സാത്താനാണെന്നൊന്നും പറയല്ലേ റെഡി. കാരണം എന്തെന്നറിയാമോ? സാത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ നന്മയുള്ള പ്രതീകമാണ്. ഒരിക്കലും സാത്താൻ ഇത് പറയില്ല. സാത്താൻ ഇത് പറയാൻ കഴിയില്ല. കാരണം നന്മയുടെ പ്രതീകമാണ്. സ്വന്തം മകനെ ബലി കൊടുത്ത് സ്വർഗം നേടാൻ വേണ്ടി കാത്തിരുന്ന ഇബ്രാഹീമിനോട് അത് ചെയ്യരുത് എന്ന് പറയാൻ കാണിച്ച ഒരു 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 മാനവികതയുണ്ടല്ലോ, ഒരു മനുഷ്യത്വമുണ്ടല്ലോ, ഒരു ദയയുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. സൗദി അറേബ്യയില് ത്വായിഫ് എന്നൊരു സ്ഥലമുണ്ട്. ത്വായിഫ്. അവിടുത്തെ ആശുപത്രികളില് സ്ഥിരമായിട്ട് ഇതുപോലെ മക്കള് തന്നെ പ്രസവിക്കുന്നു, വാപ്പാടെ മക്കളെ. അങ്ങനെ ധാരാളം കുട്ടികളുണ്ടത്രേ. അവരിലൊക്കെ ഏതാണ്ട് 99% ബുദ്ധി വൈകല്യമുള്ള മക്കളാണ്. പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യടാവേ. മകള് ഗർഭിണിയാണ്. അപ്പോ അമ്മ ഇനി ആരായിട്ട് വരും? മകളായിട്ടോ? അല്ല, ഇവരൊന്നും ലെവലില്ലാത്ത ടീമാണ് എന്ന് മനസ്സിലായില്ലേ? നല്ല കറകളഞ്ഞ മതവിശ്വാസം ലഭിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? ഞാനിപ്പോ പറഞ്ഞില്ലേ ഒരു ഖുർആനായത്ത്, 4-ാം അധ്യായത്തിലെ അമ്മയെയും മോളെയും കെട്ടാൻ പറയുന്ന ഖുർആൻ വചനമുണ്ടെന്നേ. അറബിയിലും തെറി വേണമെങ്കിൽ പറയും റേനി ഇവന്മാര് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവർക്ക് അറിയുന്ന ഭാഷയും തെറിയാണ്. 4-ാം അധ്യായം നിസായിലെ ഒരു വചനം നമുക്കൊന്ന് നോക്കിയേക്കാം. ഇനിയിപ്പോ ഉമ്മായെയും മോളെയും കെട്ടാൻ പറയുന്ന വചനം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഒന്ന് നോക്കാം. രസമാണ് കേട്ടോ. അതിലെ 22 എന്താ പറയണെന്ന് അറിയാമോ? നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ലോകത്തേതെങ്കിലും ഒരു മതത്തിന്, ഒരു മതഗ്രന്ഥത്തിന്, ഒരു മത ദൈവദൂതന് ഇങ്ങനെ പറയേണ്ടുന്ന ഗതികേടുണ്ടായിട്ടുണ്ട്. പാപ്പ കെട്ടിയ പെണ്ണിനെ നീ കെട്ടല്ലടാ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. തൊലിക്കട്ടി എന്ന് പറഞ്ഞാല് എന്നിട്ട് പറയണം മുമ്പ് വിവാഹം ചെയ്തൊഴിക്കുക. നേരത്തെ എങ്ങാണ്ട് നിങ്ങൾ അറിയാതെ വാപ്പ കെട്ടിയ പെണ്ണിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. 5 കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആരുടേതാണ്? ജനാർദ്ദനന്റെയും ജഗദീഷാണെന്ന് തോന്നുന്നു നടൻ. ഒന്ന് പോയി കാണണേ ഇടയ്ക്കെങ്കിലും. നമുക്ക് നബിയണ്ണനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് ഓർമ്മ വരും. അത് വെറുക്കപ്പെട്ടതും നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാകുന്നു എന്നാ പറയുന്നത്. അടുത്ത വചനത്തിലാണ്, അതായത് 4-ാം അധ്യായമായ നിസാ എന്ന അധ്യായത്തിലെ 23-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, വാപ്പയുടെ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരിമാർ, നിങ്ങളെ മുല കുടിപ്പിച്ച പോറ്റമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യാമാതാക്കൾ എന്നിവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. സമാധാനം. അത്രയും ആളുകൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും
അവരെ വിവാഹം ചെയ്യരുത്, അത് നിഷിദ്ധമാണെന്ന്. ഇനി നിങ്ങൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് മുമ്പുണ്ടായ മോളെ കെട്ടുന്നതിൽ കുഴപ്പമില്ല. എല്ലാം കമ്പനിക്ക് സ്വന്തം, എല്ലാം കമ്പനിക്ക്. ലോട്ടറി അടിക്കണതൊക്കെ കമ്പനിക്ക്. ഇതിന്റെ അന്തിമ തീരുമാനം കമ്പനി ആയിരിക്കും, അതോറിറ്റി തീരുമാനിക്കും. ഇങ്ങനെയും ഒരു ഗതികെട്ട പടച്ചോനും തലയ്ക്ക് സുഖമില്ലാത്ത മാനസിക രോഗിയായ ലൈംഗിക രോഗിയായിട്ടുള്ള ഒരു പ്രവാചകനും മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു പുസ്തകവും ഈ ലോകത്തിന് സമ്മാനിച്ച ദുരന്തം വളരെ വലുതാണ് കേട്ടോ. അതായത് ഉമ്മായെ കല്യാണം കഴിച്ചു, അവിടെ നിർത്തിക്കോണം, ഉമ്മായെ തൊടരുത് ശരീരത്തിൽ. എന്നാൽ ഉമ്മ മുമ്പ് വിവാഹം കഴിച്ചതിലെ മോളെ കെട്ടാം, കൂടെ കിടത്താം. എന്തുവാടേ ഇതൊക്കെ? സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല, സെക്സ് ഇസ്ലാം. ഇവിടെയും സെക്സ് മുഖ്യം ബിഗിലേ, പരലോകത്തും സെക്സ് മുഖ്യം. നമ്മുടെ കിതാബിലുള്ള കാര്യങ്ങൾ പറയുമ്പോ നീയൊക്കെ എന്തിനാടാവേ ഇത്രയും വെകിളി പിടിക്കുന്നത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം സഹോദരിമാരെ പോലും വിടാത്ത നീചന്മാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. किस प्रकार से लपेटा है देखिए जरा भी। സഹോദരിയാണ്. അയാളത് പറയുന്നുണ്ട്, ഞാൻ കേൾപ്പിച്ചു. എന്താ സൗണ്ട് കിട്ടാത്തെന്നറിയില്ല. ചില സമയത്ത് ചിലപ്പോ പഠിച്ചോ നമുക്ക് തരുന്ന പണിയായിരിക്കുമല്ലേ. अब मैं आपको दिखाता हूँ पाकिस्तानी मौलाना अपनी बहन को किस प्रकार से लपेटा है देखिए जरा भी। ഇരിക്കുകയല്ലാതെ പിന്നെ എന്തോ ചെയ്യും? ഇങ്ങനെയും തലയ്ക്ക് സുഖമില്ലാത്ത ചില രീതികൾ. അയ്യോ, അയാളല്ല 30 ദിവസം നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിക്കാൻ പറ്റാതിരുന്നിട്ട് ഭക്ഷണം കാണുമ്പോഴുള്ള ആർത്തി ഉണ്ടല്ലോ, സ്വന്തം സഹോദരിയോട്. പാകിസ്ഥാനിലെ ഒരു സാധാരണ മനുഷ്യനല്ല, മൗലവി. ആരാണ്? മൗലവി. അയാൾ പറയണത് ശ്രദ്ധിച്ചു കേട്ടോ. अब मैं आपको दिखाता हूँ पाकिस्तानी मौलाना अपनी बहन को किस प्रकार से लपेटा है देखिए जरा भी। പാകിസ്ഥാനിലെ മൗലവി സ്വന്തം സഹോദരിയെ ഈ രൂപത്തിൽ വീഴ്ച നടത്തുന്നു. അത് അവൻ തന്നെ സെൽഫി ക്യാമറ വെച്ചിട്ട് ഫോണിൽ പകർത്തു. അവന്റെ കയ്യിൽ നിന്ന് പുറത്തു പോയാലല്ലേ ഇത് പുറത്തു പോകുള്ളൂ. എന്തായിരുന്നാലും ആ പെണ്ണ് ഇത് റെക്കോർഡ് ചെയ്ത് നമ്മളാരും വിശ്വസിക്കുന്നില്ലല്ലോ, ഇല്ല. അപ്പോ അതുപോലെ ഒരു പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ നടത്താനാണ് ഇവര് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇപ്പം നരേന്ദ്രമോദി ഭരിക്കുമ്പോ അത് നടക്കുവോ? ഇവന്റെയൊക്കെ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്വന്തം സഹോദരിയാണ്, അവളെ സുരക്ഷിതയാക്കേണ്ടുന്നവൻ ഞാനാണ് എന്നാ അവര് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ. എന്റെ വാപ്പച്ചി എന്റെ കമാരോടൊക്കെ പറയുമായിരുന്നു, പെങ്ങന്മാര് 4 പേരെ കൊന്നാൽ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവരുടെ പ്രാണരക്ഷാർത്ഥം ആരെയെങ്കിലും കൊന്നാൽ ആ കത്തി വാങ്ങി നിങ്ങൾ ആ തെറ്റേറ്റെടുക്കണമെന്ന്. എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? പിന്നീടാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അങ്ങനെ പെങ്ങന്മാര് ചെയ്യേണ്ടുന്ന സാഹചര്യം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടാകരുത്. നമ്മളെയൊക്കെ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പ്രാണരക്ഷാർത്ഥം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. അങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ. അതായത് സഹോദരന്മാര് സഹോദരിമാരെ പ്രാണനു തുല്യം സ്നേഹിക്കുകയും അവർക്ക് രക്ഷാ കവചമൊരുക്കുകയും ചെയ്യേണ്ടവരാണ്. നമ്മളെയൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. പക്ഷേ
അയ്യോ ഇത് കുറച്ച് കൂടിയ ഐറ്റങ്ങളായതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ഹലാലാണ് കേട്ടോ. ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. ഇവരാണ് എന്നിട്ട് ആ പാവപ്പെട്ട ഗോവിന്ദചാമിയെ പറയുന്നത്. നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്നിട്ട് കാക്കാമാര് തലങ്ങും വിലങ്ങും. എന്താന്നറിയോ, സ്വന്തം പെങ്ങളെ പോലും വിടാത്ത ഈ ടീമുകള് വന്നിട്ട് നിരന്തരം പറയാണ്. അയ്യോ വല്ലാത്ത സാധനങ്ങളാണ് ഇവരൊക്കെ കേട്ടാ. നമ്മുടെ മതവും മതനിയമവും ഒക്കെ ആയതുകൊണ്ടേ ഒന്നും പറയാനും പറ്റത്തില്ലേ. എന്നിട്ട് ഗോവിന്ദച്ചാമിയെ കുറിച്ചിട്ട്, ഗോവിന്ദച്ചാമിയെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നബി ജീവിച്ചിരുന്നാൽ നീയൊക്കെ എന്തോ ചെയ്യുമായിരുന്നടാ? ഷൂട്ട് അറ്റ് സൈറ്റ് പറയുമായിരുന്നോ? മുട്ടിലിഴയുന്ന കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? രസകരമായിട്ടുള്ള വേറൊരു വിഷയമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വേറൊരു വാർത്ത കണ്ടേ. സാധാരണ നമ്മള് ഈ പെണ്ണുപിടിയന്മാരായിട്ട് കണ്ടിട്ടുള്ളതൊക്കെ നമ്മുടെ ഉസ്താദുമാരെയാ. ചെറിയ കുട്ടികളെ പീഡിപ്പിക്കലും അതൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട്. ഇന്ന് ഒരു യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു വാർത്ത കണ്ടു. നോക്കിയപ്പോൾ മീശയും താടിയും ഒക്കെ ഉണ്ട്. ഞാൻ ആ വാർത്ത അങ്ങനെ ഡീപ്പായിട്ടൊന്ന് നോക്കിയപ്പോൾ ഞമ്മന്റെ ആളല്ല, കാസർഗോഡാണ് സംഭവം നടക്കുന്നത്. 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന കേസിൽ ഒരു വൈദികൻ ഒളിവിൽ പോയി പിന്നീട് കോടതിയിൽ കീഴടങ്ങി. ഒരു പക്ഷേ വൈദികൻ ചിന്തിച്ചിരിക്കാം, ഉസ്താദിന് മാത്രമേ സുനയുള്ളൂ, കാക്കമാർക്ക് മാത്രമേ സുനയുള്ളൂ. നമ്മുടെ സുനയെടുത്തിനിയെങ്കിലും നമ്മൾ അത് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ അപമാനിക്കപ്പെട്ടു പോകും. അവര് നമ്മളെ നോക്കും. എന്താ നോക്കുന്നത്? എന്തിനാടാ തൂക്കിയിട്ടുണ്ട് നടക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് നമ്മളും നമ്മുടെ കഴിവുകൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിക്കണം, പ്രയോജനപ്പെടുത്തണം കഴിവുകൾ എന്ന് അദ്ദേഹത്തിന് തോന്നി, വൈദികന് തോന്നി. നോക്കുമ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കിയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്തു നോക്കിയാലും ഞമ്മന്റെ ആളുകൾ നേരത്തി നിർത്തി അങ്ങ് പീഡിപ്പിക്കുക. വൈദികൻ വിചാരിച്ചു സുനയുടെ അറ്റം പോയത് കൊണ്ടുള്ള സവിശേഷതയാണോ, എന്നാ പിന്നെ ശ്രമിക്കാമെന്ന് വൈദികനും വിചാരിച്ചു. അതിരുമാവ് എന്ന് പറയുന്ന സ്ഥലത്തിലെ ഇടവക വികാരി, ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ സാധനം, ഫാദർ പോൾ തട്ടുപറമ്പിലാണ് കാസർഗോഡ് ജില്ലാ ആൻഡ് സെഷൻസ് കോടതി 2 കീഴടക്കി. 2ാമത്തെ സെഷൻസ് കോടതിയിൽ കീഴടക്കി. എല്ലാ വികാരികളും വികാരമുള്ളവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അത് വേറെ. ഇനിയും ജൂൺ ആദ്യമാണ് ചിറ്റാരിക്കൽ പോലീസ് പള്ളി വികാരിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് കേസ് എടുത്തതോടുകൂടി വികാരി ഒളിവിൽ പോയി. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിനെ തുടർന്ന് വികാരി കീഴടങ്ങാൻ ജില്ലാ സെഷൻസ് കോടതി 1 എത്തി. ജഡ്ജി അവധിയായതുകൊണ്ട് ജില്ലാ സെഷൻസ് കോടതി 2 ഇദ്ദേഹം ഹാജരായി. ജഡ്ജി കെ പ്രിയ ഓഗസ്റ്റ് 7 വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. ഇവർക്കും കഴിവുണ്ടെന്നവരെ തെളിയിക്കുക. എല്ലാ മേഖലയിലും കാക്കമാര് മാത്രം കഴിവ് തെളിയിച്ചാൽ മതിയോ? ഞങ്ങൾക്കും കഴിവുണ്ട്. കേസെടുത്തു, ആഴ്ചകൾ പിന്നിട്ടു. വൈദികനെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല. അങ്ങനെയാണ് സംഭവത്തെ തുടർന്ന് ഫാദർ പോൾ തട്ടുപറമ്പിൽ അദ്ദേഹത്തെ വികാരി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. കഴിഞ്ഞ വർഷമാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. +1 വിദ്യാർത്ഥിയായിട്ടുള്ള 16-കാരനെ 2024 മെയ് 15 മുതൽ ഓഗസ്റ്റ് 13 വരെയുള്ള 3 മാസ കാലയളവിൽ പോൾ തട്ടുപറമ്പിൽ പലതവണ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ആൾത്താര ബാലനായിരുന്ന കുട്ടിയെ പള്ളിയിലെ കപ്പ്യാരാക്കി. ഈ കാലയളവിലായിരുന്നു പീഡനം. കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് തന്റെ വസതിയിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ പുരോഹിതൻ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെന്നും പരാതിയിൽ പറഞ്ഞു.
പലതവണ കുട്ടി ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായി എന്ന് സൂചന. സ്കൂൾ കൗൺസിലിങ്ങിനിടയിലാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. അതിനെ തുടർന്ന് അധികൃതർ വിവരം ചൈൽഡ് ലൈനെ അറിയിച്ചു. അവര് ചിറ്റാരിക്കൽ പോലീസ് റിപ്പോർട്ട് ചെയ്തു. പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. അതോടുകൂടി ഫാദർ പോൾ തട്ടുപറമ്പിൽ ഒളിവിൽ. അതിനിടയിലാണ് വൈദികൻ നിരപരാധിയാണ് എന്ന് കാണിച്ച് പോലീസിന് കത്തുകൾ എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഇടവക വിശ്വാസികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമായിട്ട് ഇതിനെ പോലീസ് സംശയിച്ചു. എറണാകുളം സ്വദേശിയായിട്ടുള്ള പോൾ തട്ടുപറമ്പിൽ കണ്ണൂർ ജില്ലയിലെ ഒരു ഇടവകയിൽ സേവനമനുഷ്ഠിച്ച ശേഷം 1.5 വർഷം മുമ്പാണ് ഈ ചിറ്റാരിക്കലിൽ ചുമതലയേൽക്കുന്നത്. ഇടവക വിശ്വാസികളോട് വളരെ മാന്യമായിട്ടാണ് അത്രേ വൈദികൻ പെരുമാറിയിട്ടുള്ളത്. പീഡന വിവരം പുറത്തു വന്നു. വികാരി സ്ഥാനത്ത് നിന്നും വൈദിക കൂട്ടായ്മയിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തെ പുറത്താക്കി. ഇരിക്കട്ടെ, ഒരു ഉസ്താദ് പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ട് ഇന്നോവ കുലുക്കിയ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? പത്തനാപുരം ഷെഫീഖ് കാസിം. ഇതുപോലെ നല്ലവനായിട്ടുള്ള ഒരാള് വേറെയില്ല. അദ്ദേഹത്തെ ഒരു കാരണവശാലും ആ പള്ളിയിൽ നിന്നും ജുമുഅ ഖുതുബയിൽ നിന്നും മാറ്റത്തൂല. എന്താ കാരണം? അദ്ദേഹത്തിന്റെ പ്രസംഗം അത്രയ്ക്കാണ്. വഴിതെറ്റുന്ന യുവതലമുറ, അതാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ടൈറ്റിൽ. അങ്ങനെ ആ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവനും ബോധവൽക്കരണം നടത്തി തെറ്റായ വഴിയിൽ നിന്നും അവരെയൊക്കെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമകരമായിട്ടുള്ള ബാധ്യത ഉസ്താദ് ഏറ്റെടുത്തു. ഷെഫീഖ് കാസിമി, പത്തനാപുരം. അങ്ങനെ ഒരു ദിവസം കുറച്ച് തൊഴിലുറപ്പുകാര് പറമ്പിൽ കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ ഒരു ഇന്നോവ കടന്നു കുലുങ്ങുന്നു. അപ്പൊ അതിനകത്തുണ്ടായിരുന്ന 2-3 സ്ത്രീകള് പെട്ടെന്ന് അടുത്തേക്ക് പോയി. അപ്പോൾ ഉസ്താദ് പരിശ്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതെന്താ നിങ്ങൾ എന്ത് ചെയ്യാണ് ചോദിച്ചു. അല്ല, അതെന്റെ ഭാര്യയാണ് എന്ന്. എന്നാ പിന്നെ ഭാര്യയോടെ ഇറങ്ങാൻ പറഞ്ഞ ഞങ്ങളൊന്ന് കാണട്ടെ. ഇറങ്ങാൻ പറ്റില്ല. അതെന്താ? തുണി ഇല്ലാതിരിക്കുക. അതെന്താ? നിനക്ക് വീട്ടിൽ നിന്നൊന്നും സ്ഥലം എന്ന് ചോദിച്ചിട്ട് അയാൾ തൊഴിലുറപ്പുകാരെല്ലാം കൂടെ കൂടി പ്രശ്നമുണ്ടാക്കി. അപ്പോ ഈ കുട്ടി പെട്ടെന്ന് പർദ്ദ എടുത്തിട്ട് യൂണിഫോം ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഈ പർദ്ദയ്ക്കകത്തൂടെ യൂണിഫോം സ്ത്രീകൾ കണ്ടു. സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കി. ഇയാൾ പെട്ടെന്ന് വണ്ടി തിരിച്ചെടുത്തപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് ഒരു മരത്തിൽ ഇടിച്ചിട്ട് വണ്ടിക്ക് നല്ല രൂപത്തിൽ കേടുപാട് സംഭവിച്ചു. വണ്ടിയുടെ ഫോട്ടോയും വണ്ടിയുടെ നമ്പറും ഒക്കെ ഈ കുടുംബശ്രീക്കാരും അവരുടെ മക്കളും ഒക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ വീഡിയോ പിടിച്ചും എഴുതിയും ഒക്കെ വെച്ച് ഉണ്ടായിരുന്നു. അവര് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടൊരു കേസ് കൊടുത്തു. വേറെ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ പിന്നാലെ നടക്കണമെന്നുള്ളത് കൊണ്ട് ഇതിന്റെ പിന്നാലെ പോകത്തില്ല കേട്ടോ. അവരതൊക്കെ അങ്ങ് വിടാറാ പതിവ്. അവരെ കൊണ്ട് കേസ് കൊടുത്തു, പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഏതാണ്ട് അവിടെ നിന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉസ്താദിന് ജാമ്യമൊക്കെ കിട്ടി. ഉസ്താദിന് ജാമ്യം എടുക്കാൻ പോയതാരെന്നറിയാമോ? ഈ കൊച്ചിന്റെ ഉമ്മ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. SDPIക്കാരന്റെ മോളാ. സുഹൃത്തിന്റെ മോളെ ഇന്നോവ എങ്ങനെ കുലുക്കാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസിമി കൊണ്ടുപോയതാ. വഴിതെറ്റുന്ന യുവതലമുറയുടെ ഒരു വലയിലും നിങ്ങൾ വീഴരുത്, എല്ലാവരെയും മൊത്തത്തിൽ ഞാൻ വലയിലാക്കിക്കൊള്ളാമെന്ന് ഉസ്താദ് മൊത്തം കൊട്ടേഷൻ ഇവിടെ ഏറ്റു. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഉസ്താദുമാരു മാത്രം ചെയ്ത് ആ മേഖല അവര് മാത്രം കൈയടക്കിയപ്പോൾ ഒരു വികാരിക്ക് തോന്നുന്നു, എന്റെ സാധനവും ചുമ്മാ ഇരിക്കല്ലേ, എടുത്തൊന്ന് പ്രയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതൊരു തെറ്റാണോ? അത്രേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത്രേ ചെയ്തുള്ളൂ എന്ന്
ഇല്ല, കിലുക്കത്തിലെ രേവതി പറയുന്നത് പോലെ ഞാൻ ആ ചെടിച്ചട്ടി എടുത്ത് അവന്റെ തലക്കടിച്ചു, അത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു, ഫോൺ എടുത്ത് പൊട്ടിച്ചു, ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ആ യാസറെ, നമ്മുടെ ഗ്രന്ഥത്തിൽ വൃത്തികേട് മാത്രമേ ഉള്ളടാ. അതിൽപ്പെട്ട 4-5 വൃത്തികേടുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, നീ കേട്ടില്ലേ? ഒരു വാപ്പ സ്വന്തം മകൾക്ക്, എന്നെ കൊണ്ടത് പറയിപ്പിക്കുവാണെ പിന്നെ സ്വന്തം മകൾക്ക് കുട്ടിയുണ്ടാക്കി കൊടുത്തു, 2 മാസം ഗർഭിണിയാ, ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. ഇത് നിന്റെ കോൺസെപ്റ്റിൽ വൃത്തികേടല്ലടാ. വൃത്തികേടല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ പെങ്ങൾക്ക് നിന്റെ വാപ്പായും ഇതുപോലെ മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. എനിക്കിത് വൃത്തികേടായിട്ടാ തോന്നിയിട്ടുള്ളത്, തന്തയില്ലാഴികയായിട്ടാ തോന്നിയിട്ടുള്ളത്, തെമ്മാടിത്തരമായിട്ടാ തോന്നിയിട്ടുള്ളത്. നിനക്കിത് വൃത്തികേടായിട്ട് തോന്നിയിട്ടില്ലല്ലോ? വേറൊരുത്തൻ മൗലവിയ പാകിസ്ഥാനിലെ സ്വന്തം സഹോദരിയെ ചെയ്യുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് ദൃശ്യം ഞാൻ കാണിച്ചിരുന്നു, കണ്ടില്ലല്ലോ? നമ്മുടെ ഗ്രന്ഥത്തിൽ വൃത്തികേട് മാത്രമേ ഉള്ളടാ. നീ ആദ്യം ഗ്രന്ഥം ഒന്ന് നോക്കിയിട്ട് വേണ്ടടാ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നൊരു വരി എഴുതിയിടാൻ. ഇനി അങ്ങനെയൊക്കെ എഴുതിയിടണമെങ്കിൽ നീയൊക്കെ ധൈര്യം സംഭരിക്കണം, അറിവുകൾ സംഭരിക്കണം. നിന്റെയൊക്കെ ഈ മൊല്ല മൗലവിമാരെ പിടിച്ച് പബ്ലിക്കിൽ നിർത്തിയിട്ട് ചോദിക്കണം മതവിധികൾ. ആദം ഹവ്വയ്ക്ക് 20 പ്രസവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, 40 മക്കൾ. അവർ പരസ്പരം വേഴ്ച ചെയ്തു. അത് തെമ്മാടിത്തരമാണോ അല്ലേ, അത് ഇൻസെസ്റ്റ് ആണോ അല്ലേ എന്ന് നീയൊക്കെ ചോദിക്കണം ഉസ്താദുമാരെ പിടിച്ചു നിർത്തി. നമ്മുടെ പുസ്തകത്തിൽ ഇതുണ്ടോ എന്ന് ചോദിക്കണം. ChatGPT-യിലെ ജെമിനി പറഞ്ഞത് കേട്ടോ? നമ്മുടെ നബി അണ്ണൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പീഡോഫീലാണെന്ന് കേട്ടില്ലേ? ജെമിനി എന്ത് ചെയ്യൂടെ? നീയൊക്കെ കൊല്ലുവോ? കൊല്ലാൻ ഉത്തരവിടുവോ? ദി സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതിന്റെ പേരില് സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ നീയൊക്കെ കൊല്ലുവോടെ? നീയൊക്കെ അതൊക്കെ ചെയ്യും, സംശയമൊന്നുമില്ല. എന്നിട്ട് ഇവനൊക്കെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ നടന്ന ഈ മലരുകള് ഗോവിന്ദച്ചാമിയെ പറയുന്നത് പോലെയാണ്, ശിശുഭോഗിയാണ് പ്രവാചകൻ എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നിട്ട് ഗോവിന്ദച്ചാമിയെ ഷൂട്ട് ആൻഡ് സൈറ്റ്. നിമിഷപ്രിയ എന്തോ ചെയ്യണം? മുട്ടിലെഴുന്ന കുഞ്ഞിനെ കണ്ടപ്പോ കുറച്ചുകൂടെ വളർന്നെങ്കിൽ അവളെ ഞാനൊക്കെ എടുക്ക. എന്തു പറയും നിങ്ങള്? ഇനിയും ഒരു പെണ്ണ് ഭർത്താവ് മൊത്തതു വഴി നടന്നു പോകുമ്പോഴെങ്ങാനും നബി ഒന്ന് നോക്കി വെള്ളമിറക്കിയാൽ, എടാ മറ്റവനെ, നീ അവളെ അവിടെ നിർത്തിക്കോ കേട്ടോ. ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാടാവേ. നൗഷാദ് ഹസനി വെടിപ്പായി പറഞ്ഞിട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്താലും നമ്മളത് കളയത്തില്ല, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് സൗന്ദര്യം വീക്ക്നെസ് ആയിട്ടുള്ള പ്രവാചകനെ 33-ാം അധ്യായത്തിലെ 52 അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കണ്ടിട്ടില്ല? മുഹമ്മദേ, ഇനി നീ കെട്ടല്ല മോനെ, മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും പൊന്നെ കെട്ടല്ലേ. മുഹമ്മദാണ് കെട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യത്തിൽ ആകൃഷ്ടനായാലും പോരടെ ഈ വൃത്തികേടുകൾ. ഈ വൃത്തികേടുകളൊക്കെ എഴുതി വെച്ചിട്ട് ഇവരിപ്പൊ ന്യായീകരിക്കാൻ വരിക. എന്നിട്ട് കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കാച്ചണമെന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥവും മുന്നിൽ വെച്ചിട്ട് കാഫിറായിട്ടുള്ള നിമിഷപ്രിയയ്ക്ക് മനുഷ്യത്വം ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാനുഷിക പരിഗണന കൊണ്ടാണ് ഇടപെട്ടത് എന്ന് കാന്തപ്പൻ. ഇതൊക്കെ നമ്മുടെ എത്രയോ ഭേദമാണ് മറ്റുള്ളവരെന്നൊക്കെ തോന്നിപ്പോവുകയാണ് കേട്ടോ. ജോളിയാണെങ്കിലും ഗ്രീഷ്മയാണെങ്കിലും ഗോവിന്ദച്ചാമി ആണെങ്കിലും ഒക്കെ എന്തായിരുന്നാലും നമ്മുടെ അണ്ണനെ സംബന്ധിച്ച് നോക്കിയാല് എത്രയോ ഭേദമാണ് എന്ന് എനിക്ക് മാത്രമാണോ തോന്നിയത്? നമ്മുടെ പുസ്തകത്തിലുള്ള വസ്തുതയല്ലേടെ. ചില ആളുകള് കാസർഗോഡ് 13 കുട്ടികളെ പീഡിപ്പിച്ച ഒരു വാർത്ത വന്നിരുന്നു. ആ ഉസ്താദിനെ ഒരു രൂപത്തിലും അവർ പറഞ്ഞു വിടാത്തത്. ആ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ പള്ളിക്ക് ഫണ്ട് നൽകുന്നുണ്ട് അത്രേ. അപ്പൊ എന്താണെങ്കിലും പറഞ്ഞു വിടാൻ പറ്റില്ല. അങ്ങനെ ആ ഉസ്താദിന്റെ പീഡന വിവരം പുറത്തു വന്നപ്പോൾ ആദ്യം ഒരു കുട്ടി പരാതി പറഞ്ഞു. അങ്ങനെ 1, 2, 3, 13 ആയപ്പോഴേക്ക്
ഉസ്താദ് ഇതിനകത്ത് നല്ല നൈപുണ്യമുള്ള ആളാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഏറ്റവും കൂടുതൽ സദാചാരം വിളമ്പുന്നവരെ സൂക്ഷിക്കണം. ഞാൻ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ് എന്ന് ഒരാള് വന്ന് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. ഞാൻ ഏറ്റവും നല്ല ഒരു അമ്മയാണ്, ഞാൻ നല്ലപ്പൻ അവാർഡ് കിട്ടേണ്ടുന്ന വ്യക്തിയാണ്, ഞാൻ നല്ലൊരു മകളാണ്, ഞാൻ നല്ലൊരു മകനാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വായിലാണ് മണ്ണുവാരിയിടേണ്ടത്. നിങ്ങൾക്ക് ഇവനെ അറിയാമെന്ന് നോക്കിയോട്ടെ. ഒരു കാസർഗോഡുകാരനാണ്. ഇയാളെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഷോർട്സുകളിലൊക്കെ ഒരുപാട് കോമഡി ഒക്കെ ചെയ്യുന്ന ഒരു കാസർഗോഡുകാരൻ കാക്കാണ്. കാക്കാണ് എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? കാക്കാമാരുടെ പ്രധാനപ്പെട്ട ഇഷ്ട വിനോദമുണ്ടല്ലോ, ആള് വിഘടിച്ചത്. ഞാൻ ഇയാളുടെ ഷോർട്സ് കണ്ടിട്ടുണ്ട് കേട്ടോ, ആരൊക്കെയോ അയച്ചു തന്നിട്ട് എപ്പോഴൊക്കെ, അല്ലാതെ ഇയാളുടെ പേരോ ഊരോ ഒന്നും എനിക്കറിയില്ല. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഇവനോട് ഭയങ്കര ഇഷ്ടമാണ് അത്ര. ഇവൻ കാണിക്കുന്ന ഷോർട്സുകളും കോമഡികളിലോടും ഒക്കെ താല്പര്യം തോന്നിയിട്ട് ഇവനോട് താല്പര്യം തോന്നി. ഉസ്താദിന്റെ വേഷമൊക്കെ നന്നായിട്ട് കെട്ടിയിട്ട് കോമഡിയൊക്കെ ചെയ്യാറുണ്ട്. ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കാസർഗോഡ് ആരിക്കാടി സ്വദേശിയായിട്ടുള്ള ഷാലു കിങ്. ഓ, പോലീസിനെന്ത് ഷാലു, പോലീസിനെന്ത് ഇൻഫ്ലുവൻസർ, പോലീസിനെന്ത് കിങ്, എന്നാ പിന്നെ പോകുകയല്ലേ എന്ന് കാക്കായെ അങ്ങോട്ട് കൊണ്ടു. ഈ കൊച്ചിനെ കെട്ടിക്കൊള്ളാമെന്ന് ആദ്യം വിവാഹ വാഗ്ദാനം. 2 മാസം സ്വന്തം മകൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്ത പിതാവും പറഞ്ഞത് ഇവളെ ഞാൻ കെട്ടിക്കൊള്ളാമെന്നായിരുന്നു. സ്വന്തം സഹോദരിയുമായി ലൈംഗിക വേഴ്ച നടത്തിയത് ഫോണിൽ പകർത്തിയ പാകിസ്ഥാനിലെ മൗലവിയും പറഞ്ഞത് അവളെ ഞാൻ അങ്ങ് കെട്ടുമെന്നായിരുന്നു. വിദേശത്ത് വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് യൂട്യൂബർ മുഹമ്മദ് സാലി എന്ന 35-കാരൻ, എത്ര വയസ്സ് ഡിഫറൻറ്റ് ആണെന്ന് നോക്കി, പോക്സോ കേസിൽ ആൾ അറസ്റ്റിലായി. ഷാലു കിങ്സ് മീഡിയ, ഷാലു കിങ്സ് വ്ലോഗ്, ഇതൊക്കെയാണ് ഇയാളുടെ യൂട്യൂബ് ചാനൽ. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് കേസെടുത്ത് പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചു. എന്നിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. എന്നിട്ട് അത് രഹസ്യമാക്കി വെച്ചു. പ്രതി മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിൽ എടുത്തു. അതിന് പിന്നാലെ ഈ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസിന് കൈമാറി. പ്രതിക്കെതിരെ 15 ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തിയിരുന്നതായിട്ടാണ് വിവരം. പ്രതി വിദേശത്തായതുകൊണ്ട് ഉടനെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് കൊയിലാണ്ടി പോലീസ് പുറപ്പെടുവിച്ചു. പക്ഷേ ഇക്കാര്യം രഹസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും വരണ്ട, എന്നാൽ ഇവൻ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകുമല്ലോ. ഹാസ്യ വീഡിയോകള്, അതുപോലെ പരസ്യങ്ങള്, ഇതിലൂടെയൊക്കെയാണ് ആള് ശ്രദ്ധ നേടിയത്. ഷാലു കിങ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി വിദേശത്ത് വെച്ചിട്ടാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. ഇപ്പോ പുറത്തു വരുന്ന വിവരങ്ങളിലൊക്കെ ഇയാളത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. വിദേശത്ത് പഠിച്ച് അവിടെ തന്നെ താമസിക്കുന്ന കുടുംബമാണ്. 14 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഫോളോവർ ആയിരുന്നു, ആരാധികയായിരുന്നു. ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറി. അതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇത് അവഗണിച്ച പ്രതി മുന്നോട്ട് പോയി. 16 വയസ്സ്, ഇയാൾക്ക് 35, എളുപ്പമായി. അങ്ങനെയാണ് കൊയിലാണ്ടി സ്റ്റേഷനിൽ പരാതി എത്തുന്നത്. എന്നാല് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചത് എന്ന് പ്രതി പറയുന്നു. പെൺകുട്ടി പിന്മാറിയില്ല, അതുകൊണ്ടാണ് ഇവര് പീഡിപ്പിച്ചത്. പെണ്ണുങ്ങളെ കണ്ടാൽ അവിടെ ഇവര് തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നില്ല, ചാടി അങ്ങോട്ട് വീഴുക തന്നെ. കാരണം എന്താ? അതിൻ്റെയും പ്രശ്നം എവിടെയാ കിടക്കുന്നത്? നമ്മുടെ ബേസിക് ഗ്രന്ഥത്തിലാണ് കിടക്കുന്നത്. പോരെ? ആ ഗ്രന്ഥം കാരണമാണ്. കാരണം നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. പുരുഷന്മാരെ, നിങ്ങളുടെ കൃഷിയിടമാണടോ അവളുമാരെ, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പെണ്ണിനെ ആദരിക്കാൻ പറഞ്ഞു, പെണ്ണിനെ ബഹുമാനിക്കാൻ പറഞ്ഞു, പെണ്ണിനെ സ്നേഹിക്കാൻ പറഞ്ഞു.
പെണ്ണിന് തുല്യ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞു. പെണ്ണൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ഇല്ല. അപ്പൊ പിന്നെ പ്രശ്നം കിടക്കുന്നത് ആ പുസ്തകത്തിൽ തന്നെ. ഇക്ക ഇക്ക അപ്പൊ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് നമ്മുടെ പുസ്തകത്തിൽ, വേറെ എങ്ങുമല്ല. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മമ്മദണ്ണന്റെ അനുയായികളല്ലേ? മമ്മദണ്ണന്റെ അനുയായികൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ? സമയം ഒരുപാട് വൈകി. അതുകൊണ്ട് ഇതിൽ കൂടുതൽ സമയം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നാളെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഇരിക്കാം. കാരണം നമ്മൾ 6 ലക്ഷത്തിലേക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നമുക്കത് ചെറിയ രൂപത്തിൽ ഒരു സെലിബ്രേഷനൊക്കെ ഒന്ന് സംഘടിപ്പിച്ചേക്കാം. എല്ലാവർക്കും നാളെ നമുക്ക് നന്ദി പറയാം. അഡ്വാൻസ് ആയിട്ടൊന്നും വേണ്ട കേട്ടോ. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ 7 മണി, എല്ലാ ദിവസവും 7 മണിക്കോ 8 മണിക്കോ ഇടയ്ക്കൊക്കെ വരിക. ചിലപ്പോൾ കറണ്ട്, മഴ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്പം താമസിക്കാം. ഇന്ന് പിന്നെ മോളുടെ 1-2 കാര്യത്തിനായിട്ട് പുറത്ത് പോകേണ്ടിയിരുന്നു. നമുക്ക് ഒരു ഗ്രാൻഡ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു ഓൺലൈൻ പ്രോഗ്രാം ഉണ്ടാകും. ആരിഫിന് 6 ലക്ഷം ആകുമ്പോൾ ഞാനും ആരിഫും ഒരുമിച്ചൊരു ഓൺലൈൻ പ്രോഗ്രാം, ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല എക്സ്പെൻസ് ഉണ്ട്. അത് ആരെങ്കിലും സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിനെ കുറിച്ചിട്ട് ആലോചിക്കാവുന്നതാണ്. നോക്കാം. ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക് യു പൃഥ്വിരാജ് സന്തു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എവിടെ റെനി? റെനിയും ചേർത്താനൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും കാണണം. നമ്മൾ ഇനിയിപ്പോൾ നാളെ ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണം. ഒന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്നലത്തെ പോലെ മ്യൂസിക് ഇടാനോ? അയ്യോ, അതൊന്നും വശമില്ല ആന്റണി. പിന്നീട് അതൊക്കെ പഠിച്ച് നമുക്ക് ചെയ്യാന്നേ.